എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഫേസ്ബുക്ക് ലൈവിൽ നിങ്ങൾ കണ്ടതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ വളർച്ചയും ദൈവരാജ്യവും അല്ലെങ്കിൽ സഭയും, ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് സഭ, ക്രിസ്തീയ സഭ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അത്ഭുതകരമായി നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെക്നോളജിയുടെ വികാസത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഒരുപാട് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും, കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ചൈനയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ലോകം മുഴുവനും പറയുമ്പോഴും ചൈനയെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ. ഇന്ന് ലോകത്തിലെ എല്ലാ ശാസ്ത്രീയ പുരോഗതിയുടെയും പിന്നിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത, അടുത്ത നിമിഷം എന്ത് പുതിയ ഉപകരണം, ടെക്നോളജി ഈ ഭൂമിയിലുള്ള എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഉപകരണങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്തും അതോടൊപ്പം സ്പേസിനുമായി ബന്ധപ്പെട്ടും അങ്ങനെ എവിടെ തൊട്ടാലും ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ച, ഒരു വലിയ അഭൂതപൂർവമായ വികാസം നമുക്ക് കാണാം. മനുഷ്യന് ഈ ബുദ്ധി കൊടുത്തത് ദൈവമാണ്. ക്രൈസ്തവ സഭ ഒരിക്കലും ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യയ്ക്കോ എതിരല്ല. മനുഷ്യന് ഈ തലച്ചോറ് കൊടുത്തത്, ബുദ്ധി കൊടുത്ത, ചിന്തിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഉള്ള ബുദ്ധി കൊടുത്ത ദൈവം ഒരിക്കലും ഈ സയൻസിനോ ടെക്നോളജിക്കോ എതിരല്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ശാസ്ത്രത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? ബൈബിൾ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ബൈബിളിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഞാനീ പറയുന്നത് ശുദ്ധമണ്ടത്തരമായി തോന്നാം. എന്നാൽ 2026 എത്തി നിൽക്കുന്ന നമുക്ക് ബൈബിൾ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാസ്ത്രത്തെയോ സാങ്കേതിക വിദ്യയെയോ അതിൻ്റെ അത്ഭുതകരമായ വളർച്ചയോ തള്ളിക്കളയാൻ സാധിക്കാതെ വണ്ണം അത് മനുഷ്യ ജീവിതത്തോട് അത്രമാത്രം ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഭ ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യയ്ക്കോ എതിരല്ല. സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ മാരകമായ രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്ര ലോകത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നു. ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾ, ഇതൊക്കെ വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുന്ന മരുന്നുകൾ, കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ്, ഇതിനെയെല്ലാം സഭ സ്വാഗതം ചെയ്യും. കാരണം മനുഷ്യനെ ഈ ബുദ്ധി കൊടുത്ത ദൈവം ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് ബുദ്ധി കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചാൽ അത് ഈ ഭൂമിയിൽ മനുഷ്യരാശിക്ക് ഒരു അനുഗ്രഹമാണ്, ഒരു നേട്ടമാണ്.
അത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമായി തീരും. ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനൊരു മാരകമായ അസുഖം, അതിന് മരുന്നുണ്ടെങ്കിൽ ആ മരുന്നിലൂടെ അദ്ദേഹം ഭേദപ്പെട്ടാൽ, ആരോഗ്യവാനായാൽ, നല്ല ആരോഗ്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് വീണ്ടും ഈ പറയുന്ന ചർച്ച് മിനിസ്ട്രി, ആ ഒരു ക്ലർജി, ആ മിനിസ്ട്രി ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും നേട്ടങ്ങൾ സഭ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ എക്സ്ട്രീമായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ, അവരിതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന കുറേ ആത്മീയ കൂട്ടങ്ങളുണ്ട്, ആത്മീയര എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശാസ്ത്രത്തെയോ ഈ പുരോഗതിയെയോ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയെയോ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കാതെ വരും. അപ്പം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായം ആവശ്യമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് സഭയുടെ ദൗത്യമാണ്, കടമയാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് സഭകളത് ചെയ്യാറുണ്ട്. അല്ലാതെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ ക്രിസ്ത്യാനികളായി തീരണമെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ സഭയും പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുക എന്നൊരു പരിപാടി അത് നമുക്കില്ല. ഒന്നുകിൽ നമ്മൾ ക്രിസ്തീയ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ മാർഗത്തിലേക്ക് അത് കണ്ടുകൊണ്ട് ആളുകൾ വരാം. അല്ല, ആരെയും ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന പരിപാടി ക്രൈസ്തവ മുഖ്യധാര സഭകൾക്കില്ല. അവർ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടുതൽ ബുദ്ധി ലഭിക്കാനും ജ്ഞാനം ലഭിക്കാനും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനും വൈദ്യശാസ്ത്ര ലോകത്തും മറ്റ് എല്ലാ മേഖലകളിലും, ബയോടെക്നോളജി, മൈക്രോബയോളജി, അഗ്രികൾച്ചർ, മെഡിസിൻ, സ്പേസ്, വൈറോളജി, പിന്നെ ഏതൊക്കെ മേഖലയുണ്ടോ, കെമിസ്ട്രിയുടെ മേഖല, ഫിസിക്സിൻ്റെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, ബയോളജിയുടെ മേഖലയിൽ, ഫാർമക്കോളജി, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതായ ശാസ്ത്രമേഖലയിൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ എന്നു വേണ്ട ഈ ലോകത്തിൽ എന്തൊക്കെ പഠന ശാഖകളുണ്ടോ, ആർക്കിയോളജിയിലോ ജിയോഗ്രാഫിയിലോ എന്തൊക്കെ ഉപകരണങ്ങൾ കണ്ടുപിടിക്കാമോ, എന്തൊക്കെ പുതിയ ഇൻവെൻഷൻസോ മരുന്നുകളോ കണ്ടുപിടുത്തങ്ങളോ മനുഷ്യ ജീവനെ നിലനിർത്തുന്ന എന്ത് കാര്യവും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടാണ്, അനുഗ്രഹമാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി, ഗവേഷണം നടത്തുന്നവർക്ക് വേണ്ടി എല്ലാം തന്നെ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരാരും ക്രിസ്ത്യാനിയായി തീരാൻ മുഖ്യധാര സഭകൾ പ്രാർത്ഥിക്കാറില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ച് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ജീവിതം കണ്ട് അവർ ക്രിസ്ത്യാനികളായി മാറുക. അല്ലാതെ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പരിപാടി മുഖ്യധാര സഭകൾക്കില്ല. തെരുവുകളിൽ പ്രസംഗിക്കുന്ന പരിപാടി ഇവിടുത്തെ മുഖ്യധാര എപ്പിസ്കോപ്പൽ സഭകൾക്കില്ല. അതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ ഒരു മാർഗമാണ്. അത് വിലയേറിയ മുത്താണ്. അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വിതരണം ചെയ്ത് അവിടെ ഇവിടെയും കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. അത് കണ്ടെത്തി ഇങ്ങോട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് ആ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഇപ്പോൾ ശാസ്ത്രലോകത്തുള്ളവരെ എല്ലാം കൂടെ ക്രിസ്ത്യാനിയാക്കുക എന്നൊരു ഉദ്ദേശമില്ല. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗവേഷണം നടത്തുന്നവർക്ക് വേണ്ടി, ശാസ്ത്രലോകത്തുള്ളവർക്ക് വേണ്ടി, ഈ ഭൂമിക്ക് കീഴെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തൊക്കെ പഠന മേഖലകൾ യൂണിവേഴ്സിറ്റികളിൽ, അക്കാഡമിക് തലങ്ങളിലുണ്ടോ, ഗവേഷണങ്ങൾ ലോകത്തിൽ ഏതെല്ലാം വിഷയങ്ങളിലുണ്ടോ, മനുഷ്യനൊന്നും ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിലാണ് ഗവേഷണങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ 10 സബ്ജക്റ്റോ 15 സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ
അറിയുന്നുള്ളൂ. ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ, എന്തിന് കേരളത്തിൽ പോലും ഗവേഷണങ്ങൾ, അക്കാഡമിക് ഗവേഷണങ്ങൾ, റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള റിസർച്ചേഴ്സ് എല്ലാം ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. അവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയുള്ളതാണെന്ന തിരിച്ചറിവും വിശാല കാഴ്ചപ്പാടും ആണ് ആവശ്യം. അതിനാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം എന്ന് പറയുന്ന എസ്കേപ്പിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി കൊണ്ടിരിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരെ ഒന്നും ഇനിയും അടുത്ത കാലഘട്ടത്തിലേക്കൊന്നും ആവശ്യമില്ല. അവരൊന്നും ഇവിടെ ഇരുന്നിട്ട് യാതൊരു കഥയുമില്ല. അവരുടെ മതവും പ്രചരിപ്പിച്ച് അവരിങ്ങനെ നടക്കും. എന്നാൽ ക്രിസ്തുവിനെ വെളിവാക്കുവാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ, ഞാൻ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. എൻ്റെ ഒരു വീഡിയോയിലും ഉന്നയിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും വിശുദ്ധരാകണമെന്നോ, കർത്താവ് പെട്ടെന്ന് വരാൻ പോകുന്നെന്നോ, നിങ്ങളെല്ലാം ഒരുങ്ങാനോ, നിങ്ങളെല്ലാം മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്നോ, ഉപവസിക്കണമെന്നോ, അല്ലെങ്കിൽ ഭയങ്കരമായ വിശുദ്ധ ജീവിതം നയിക്കണമെന്നോ, അങ്ങനെയൊന്നുമുള്ള ഒരു പ്രസംഗവും ഒരു അവകാശവാദവും എൻ്റെ ഒരു വീഡിയോയിലും ഒരു പോസ്റ്റിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ പറയുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവർ സമൂഹത്തിൽ, അവരവർ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, സൊസൈറ്റിയിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ജീവിത രീതി, സ്വഭാവം, ക്യാരക്ടർ കറക്റ്റായാൽ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും. അവിടെയാണ് മഹത്വം. അല്ല അങ്ങോട്ട് പോയിട്ട് റോഡിലെല്ലാം നിന്നിട്ട് ശബ്ദമലിനീകരണം ഉണ്ടാക്കുക, എന്നിട്ട് ശാസ്ത്രത്തെ വെല്ലുവിളിക്കുക, ശാസ്ത്രത്തെ കുറ്റം പറയുക, സയൻസിനെ വെല്ലുവിളിക്കുക, വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുക, ഡോക്ടേഴ്സിനെ വെല്ലുവിളിക്കുക, ഹോസ്പിറ്റലുകളെ വെല്ലുവിളിക്കുക, മരുന്നുകളെ വെല്ലുവിളിക്കുക. എന്നിട്ട് ഇവർ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യും. ഇവരെ കാണണമെങ്കിൽ അടുത്ത ആഴ്ച ഇവർ പനി വരുമ്പോൾ ഇവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറെ പോയി കാണും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കള്ളത്തരം ഉള്ളവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. അങ്ങനത്തെ ആത്മീയ മതാന്ധത പിടിച്ചു നടക്കുന്ന മത തീവ്രവാദികളുടെ കാര്യവുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടുത്തെ ശാസ്ത്ര പുരോഗതി ദൈവരാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗം തന്നെയാണ്. കാരണം ദൈവമാണ് ഈ ഭൂമിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിമ മനുഷ്യരെ പോലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. 2026 ഈ മനുഷ്യനുണ്ടായ കാലം ആദാമിൻ്റെ കാലമാണെങ്കിൽ ആ ഒരു കാലം മുതൽ നമ്മൾ കണക്കാക്കിക്കുക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ദൈവമാണ് മനുഷ്യന് ഈ ബുദ്ധി കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലെസ്സിങ് ആണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നറിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പ്രവർത്തനങ്ങളെ, ഗവേഷണങ്ങളെ വീണ്ടും 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 മുന്നോട്ട് കൊണ്ടുപോകാൻ സഭ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ മേലൊരു അധികാരമുണ്ട്. അതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ചർച്ചിൻ്റെ മേലൊരു അതോറിറ്റി ഉണ്ട്. ചർച്ച് ബ്ലസ് ചെയ്താൽ സഭ ലോകത്തിന് അനുഗ്രഹമാകാനാണ്. നമ്മൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണം, അവരനുഗ്രഹിക്കപ്പെടും. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പം പിതാവായ ദൈവം ക്രിസ്തു യേശുവിലൂടെ നമ്മളെ ഈ ഭൂമിയിൽ അനുഗ്രഹിച്ച്, എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ച് ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനാണ്. നമ്മൾ അങ്ങോട്ട് എന്ന് സുവിശേഷം ഒന്നും പറയേണ്ട, ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ വിലയേറിയ മുത്തിനെ കണ്ടെത്തി പോകണം. അതിന് നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ രൂപാന്തരപ്പെടണം, ട്രാൻസ്ഫോംഡ് ആകണം. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ചിലർക്ക് ദേഷ്യം വരും. കാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ക്രിയാത്മകമായിട്ടാണ് ഞാൻ വിമർശിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങളെല്ലാവരോടും പോയി സുവിശേഷം പറയണം. എന്ത് സുവിശേഷമായിരുന്നു ആദിമസഭ പറഞ്ഞുകൊണ്ടിരുന്നത്? അതൊക്കെ ചോദ്യങ്ങൾ വരും. എന്ത് സുവിശേഷമാണ്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അവരന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷം ആണോ ഇന്ന് പറയേണ്ടത്? ഒരുപാട് ചോദ്യങ്ങൾ വരും, ഒരുപാട് ക്രിട്ടിക്കൽ ചോദ്യങ്ങൾ വരെ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ വിഷയത്തിൽ നിന്ന് അല്പം മാറിപ്പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സയൻസിനെയും ടെക്നോളജിയെയും മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരിക്കൽ അതിനെ വിമർശിച്ചവർ ഇന്ന് അതിനെ സ്വീകരിക്കുന്നു. ഒരിക്കൽ അതിനെ വിമർശിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ന് അതിനെ സ്വീകരിക്കുന്നു. അപ്പം കിങ്ഡം ഓഫ് ഗോഡിന് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് നമ്മുടെ സയൻസ്, ടെക്നോളജി, നമ്മുടെ വൈദ്യശാസ്ത്ര രംഗം. ഇന്ന് മനുഷ്യന്
ജീവനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ DNA ബന്ധപ്പെട്ട് ജെനറ്റിക്കൽ എഞ്ചിനീയറിങ് എന്തെല്ലാം ഗവേഷണങ്ങൾ നടക്കുന്നത് ജെനറ്റിക്കൽ മേഖലയിൽ, എല്ലാ മേഖലയിലും, സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ, സോഷ്യോളജിയിലും എല്ലാം റിസർച്ച് നടക്കുകയാണ്. ആന്ത്രോപോളജി റിസർച്ച് നടക്കുന്നുണ്ട്, ഈ ജെനറ്റിക്കൽ എഞ്ചിനീയറിങ് റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പം DNA മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ DNAയിലുള്ള പ്രശ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ മാറിപ്പോവും. അതുപോലെ തന്നെ സ്വഭാവ വൈകല്യങ്ങൾ, ക്യാരക്ടറിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ സൈക്കാട്രിയിലും ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോളജിയുടെ അകത്തുള്ള ഒരു പഠന മേഖലയാണ് ന്യൂറോ സയൻസ്. അത് സൈക്കാട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, ന്യൂറോൺസിലെ പ്രശ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം തന്നെ മാറ്റാം. ഇന്ന് അവൻ സമൂഹത്തിന് അപകടകരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഈ DNA-യിൽ മാറ്റങ്ങൾ വരുത്തിയാൽ സ്വഭാവം തന്നെ മാറും. സ്വഭാവം മാത്രമല്ല, രോഗങ്ങൾ, മാരക രോഗങ്ങളൊക്കെ മാറിപ്പോവും. അങ്ങനെ ഒരു ലോകം ഉണ്ടാകും. അന്നേരം എന്നാ ചെയ്യും ഈ ആത്മീയത പറയുന്നവർ, ഇന്ന് ഈ പറയുന്ന ഈ വിവരക്കേട് പറയുന്നവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് വിശാലമായ ലോകമാണ്. ഇതൊന്നും നോക്കാതെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ ആത്മീയ മേഖലയിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്നുണ്ടുള്ള പ്രശ്നമാണ്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടക്കുന്നത്. ന്യൂറോ സയൻസ് വികസിച്ച് ഓരോ ദിവസം കഴിയുമ്പോൾ വികസിക്കുകയാണ്. സ്വഭാവം മാറ്റാം. ഇപ്പോൾ ഒരു കൊലപാതകം സ്ഥിരം ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒരു ക്രിമിനൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ്റെ DNA-യിൽ അവൻ്റെ പ്രശ്നം ക്ലിയർ ചെയ്താൽ അവൻ ഓക്കെ ആയി. അല്ലെങ്കിൽ അവൻ്റെ അടുത്ത തലമുറയിലേക്ക് അത് പോകാതെ വണ്ണം അതിനെ ബ്രേക്ക് ചെയ്ത് വിടാൻ പറ്റും. അതിനെ കട്ട് ചെയ്യാനുള്ള ടെക്നോളജിയും വൈദ്യശാസ്ത്ര മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ജെനറ്റിക്സിൻ്റെ മേഖലയിലും DNA-യുടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിലുമൊക്കെ ഇന്ന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വളർച്ചയൊന്നും കാണാതെ ഇപ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഫ്രോഗ് ഇൻ ദ വെൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പഴയ കാര്യവും പ്രസംഗിച്ച് അവിടെയും പ്രസംഗിച്ച് ഇവിടെയും പ്രസംഗിച്ച് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്നാണ് നമ്മൾ മാറിപ്പോകുന്നത്. നമ്മൾ ചിന്തിക്കും നമ്മൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലാണെന്ന്. അങ്ങനെയല്ല. നമ്മൾ ഈ ലോകത്തിന് അനുഗ്രഹമാകണമെങ്കിൽ നമ്മളിലൂടെ നമ്മുടെ ജനറേഷൻസ് ഈ പറയുന്ന ടെക്നോളജിയും സയൻസും വൈദ്യശാസ്ത്ര മേഖലയിലും ഉന്നത ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യൂണിവേഴ്സിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആ DNA ആണ് നമ്മുടെ അകത്തുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. സ്പിരിച്വാലിറ്റിയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും ഇതെന്തോ ഈ ദൈവത്തിനെതിരെയുള്ള കാര്യമാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ബുദ്ധി അപാരം. ഇപ്പം ചൈനക്കാരൊക്കെ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നു. ഞങ്ങളുടെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ അത് വന്നു. ഒരു ബസ് തന്നെ ഓപ്പറേഷൻ തിയേറ്ററായിട്ട് മാറുകയാണ്. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ, ഒരു ബസ് ഓപ്പറേഷൻ തിയേറ്റർ, അതിൻ്റെ അകത്ത് റോബോട്ട്സാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനുഷ്യനും വേണമായിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എന്തെല്ലാമാണ് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ്റെ സ്വഭാവത്തെ വരെ മാറ്റുന്ന മെഡിക്കൽ സയൻസിൻ്റെ അഭൂതപൂർവമായ വളർച്ച. ഇപ്പം ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ ഉടനെ ചോദിക്കുന്ന ചോദ്യം, ജീവനെ നമുക്ക് നിലനിർത്താൻ പറ്റുമോ? ഇതെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവനെ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ മരിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജനസംഖ്യ ഓവർ പോപ്പുലേഷൻ ആകും, വലിയ പ്രശ്നങ്ങളാകും അല്ലേ? ഇപ്പം തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് നടക്കുന്നത്. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ തടയാനുള്ള അവരുടെ ഗവൺമെൻറ് തന്നെ അതിനെ തടയിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓവർ പോപ്പുലേറ്റഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം ഈ കാര്യങ്ങളെല്ലാം വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. ദൈവത്തിന് അറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ചുമ്മാതെ ഇതിൻ്റെ അകത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മതഭ്രാന്ത് പിടിച്ച കുറേ ആൾക്കാർ അവർ പറയും പഠിക്കണ്ട, വിദ്യാഭ്യാസം ചെയ്യണ്ട, പഠിക്കണ്ട, റിസർച്ച് ചെയ്യണ്ട, ഗവേഷണം ചെയ്യണ്ട, മക്കളെ എല്ലാം അങ്ങ് സുവിശേഷ വേലയ്ക്ക് വിടാം. അപ്പോൾ ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ പറയുന്ന സുവിശേഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അവരേത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഡ്യൂട്ടി എന്താ? ചർച്ചിൻ്റെ ഡ്യൂട്ടി എന്താ?
ചർച്ച് ഈ മേഖലയിലെല്ലാം കൈകടത്തുകയാണ്. ഈ കാത്തലിക് ചർച്ചിൽ എത്രയോ അതിൻ്റെ ആ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലില്ല. അച്ഛന്മാർ, ഇപ്പോഴത്തെ അല്ല, പണ്ട് കാത്തലിക് ചർച്ചിലെ അച്ഛന്മാർ എത്രയോ പേരാണെന്നറിയോ സയൻറ്റിസ്റ്റുകളുള്ളത്. കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ ഇഷ്ടംപോലെ സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ ചരിത്രത്തിലുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എടുത്താൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. പ്രീസ്റ്റ്, ഒരുപാട് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ റിസർച്ചേഴ്സ്. അവരുടെ പള്ളികളിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അവർ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഒരുപാട് സംഭാവനകൾ കൊടുത്തവരാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. എല്ലാ ലോകരാജ്യങ്ങളിലെ കുട്ടികൾക്കെല്ലാം ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കരിക്കുലം, സിലബസാണ് അവർക്കുള്ളത്. നമ്മുടെ ഇവിടെ പല സ്കൂളുകളും ഇൻ്റർനാഷണൽ സിലബസുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസുകളിൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ, ഇതുവരെ ഒന്നും ആയിട്ടില്ല. കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ മണ്ടത്തരങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു വരും. ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുക, ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുക, എന്നിട്ട് ഇത് വലിയ ആത്മീയതയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു നടക്കുക. ഈ മണ്ടത്തരം പറയുന്നവരുടെ കൂട്ടത്തിൽ കുറേ അണികളുണ്ട്. ഈ അണികൾ ഈ പറയുന്ന ആശാൻ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ആശാൻ പറഞ്ഞത് മൊത്തം മണ്ടത്തരാണ്. അണികൾ ഇത് ഏറ്റുപിടിച്ച് എങ്കിലാ വിളിക്കുക. ഭയങ്കര സ്പിരിച്വാലിറ്റിയാണെന്നാണ് പറയുന്നത്. ഈ കൈയടിക്കുന്ന പാട്ട് പാടുന്ന സ്പിരിച്വാലിറ്റിയൊക്കെ കാലം കഴിഞ്ഞു. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ശാസ്ത്രത്തെ വെല്ലുവിളിക്കുക, സാങ്കേതിക വിദ്യയെല്ലാം വെല്ലുവിളിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു കാര്യമാണ്, നമ്മളിൽ യഥാർത്ഥമായി ക്രിസ്തു പ്രതിഫലിക്കുകയാണെങ്കിൽ നമ്മൾ കൈവച്ചാൽ രോഗികൾ, അതായത് എയ്ഡ്സ് സൗഖ്യമാകണം. നമ്മളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകണം. ഇല്ലെങ്കിൽ വെറുതെ അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ എയ്ഡ്സ് സൗഖ്യമാകണം, ഓട്ടിസം സൗഖ്യമാകണം, ഈ പറയുന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകണം. ഇപ്പം ശാസ്ത്രത്തെയും വൈദ്യശാസ്ത്രത്തെയും എല്ലാം ഇങ്ങനെ റോഡിലെല്ലാം നിന്ന് അങ്ങ് വെല്ലുവിളിക്കുക, കുറേ ലഘുലേഖം കൊടുക്കുക. ഞാൻ എതിരാണ് ഇതിന്, 100% എതിരാണ്. മുട്ടുവേദനയും തലവേദനയും മാറി എല്ലായിടത്തും ഇങ്ങനെ കേൾക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കേണ്ടത് ഏറ്റവും മാരക രോഗങ്ങളെ, ക്യാൻസർ, ഇത്ര സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളെ കൈവച്ചാൽ അവർ പരിപൂർണ സൗഖ്യമാകുകയും അതിൻ്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി ഡോക്ടർമാരിൽ നിന്നെടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ 101% വിശ്വസിക്കുന്നു ഇത് നടക്കും. കാരണം ദൈവത്തിനത് ചെയ്യാൻ പറ്റും. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട പിതാവായ ദൈവത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഇത് നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സയൻസിനെയും ടെക്നോളജിയെയും തള്ളിക്കളഞ്ഞിട്ടുള്ള പ്രസംഗം, ലഘുലേഖ, പിന്നെ ഈ കവല പ്രസംഗം ആൾക്കാരെ വിഡ്ഢികളാക്കുകയാണ്. ഇതാരാ കേൾക്കുന്നത്? ഈ കുറേ അണികളുണ്ട് ഇതിൻ്റെ പുറകെ, കുറേ അണികൾ ഇങ്ങനെ നിന്ന് ഇൻക്ലാബ് വിളിക്കുന്നുണ്ട്. ഭയങ്കരമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കള്ളത്തരമാണ്. അതിൻ്റെ പുറകെ ഒന്നും പിള്ളേർ പോവുകയല്ല. നിങ്ങൾ ചിന്തിക്കരുത്, ഇന്നത്തെ തലമുറ ഒന്നും ഇത് കേൾക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മുൻപിൽ വന്ന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഒരു പക്ഷേ അഭിനയിച്ചേക്കും. പക്ഷെ അവർ ഒറിജിനലി അവരുടെ തലയ്ക്കകത്ത്, അവരുടെ ബ്രെയിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. ജെൻസി ഇപ്പോഴത്തെ പുതിയ ജനറേഷനാണ്. 2025 മുതൽ അവർ പറയും പുതിയ ജനറേഷനാണ്. തിങ്കിങ് പോലും മാറി. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു, തിങ്കിങ് പോലും പിള്ളേരുടെ എല്ലാം മാറി. അപ്പം നമ്മൾ കറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ശരിയായ കാര്യങ്ങൾ. അതെ, നമ്മുടെ ബിനു ബ്രദർ പറഞ്ഞ പോലെ ഭയത്തിൻ്റെ സുവിശേഷം. ഇപ്പം ക്രിസ്മസിൻ്റെ സമയമാണ്, സർവ്വജനത്തിനുണ്ടാകാനുള്ള സന്തോഷമാണ്. ആളുകൾക്ക് സന്തോഷമാണ് വേണ്ടത്. മനുഷ്യൻ ഭയത്തിലും നിരാശയിലും ദുഃഖത്തിലും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യന് വേണ്ടത് ദ ഗോസ്പൽ ഓഫ്
പീസാണ്, സമാധാനത്തിൻ്റെ സുവിശേഷം. യേശു ഒരു വീട്ടിൽ ചെന്നാൽ കൊടുക്കുന്നത് ഈ വീടിന് സമാധാനം. അപ്പോൾ ഈ സയൻസിനെയും ടെക്നോളജിയെയും എല്ലാം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, അത് സത്യമാണ്. അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് കാര്യത്തിന് എടുത്തു വെച്ചാൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡുണ്ട്, ശരിയും തെറ്റും ഉണ്ട്, നല്ലതും തീയതും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക, അതുകൊണ്ടാണ് ഇവിടുത്തെ സഭകളുടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, മിഷണറിമാർ വന്ന് ഇവിടെ എന്താ സ്ഥാപിച്ചത്? ഇപ്പം കാത്തലിക് ചർച്ചിൻ്റെ ഹോസ്പിറ്റലുകൾ ഇന്ത്യ മുഴുവനുണ്ട്, ഓർത്തഡോക്സ് സഭയുടെ ഹോസ്പിറ്റലുകളുണ്ട്, CSIയുടെ ഉണ്ട്. ആംഗ്ലിക്കൻ മിഷണറിമാർ വന്നിട്ട് നമുക്കറിയാം CMC വെല്ലൂർ സ്ഥാപിച്ചു. ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരു ഗവേഷണ കേന്ദ്രമാണ് വൈദ്യശാസ്ത്ര രംഗത്ത് CMC വെല്ലൂർ. അതുപോലെ തന്നെ CMC ലുധിയാന. മിഷണറിമാരുടെ സംഭാവനകളാണ്. കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ആതുരാലയങ്ങൾ എന്നു വേണ്ട റിസർച്ച് സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ടെക്നോളജിയെ പഠിപ്പിക്കുന്ന കോളേജുകൾ, സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള ബാംഗ്ലൂരിലെ കാത്തലിക് ചർച്ചിൻ്റെ കീഴിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പം സഭ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രസംഗം മാത്രമല്ല സഭ. അതൊന്നും ഒറിജിനൽ സഭയല്ല. ഒറിജിനൽ സഭയാണെന്ന് നടക്കുക. ഒറിജിനൽ സഭയൊന്നുമല്ല. മനുഷ്യൻ്റെ തലച്ചോറിനെ ഒരുമാതിരി മന്ദീഭവിപ്പിക്കുന്ന ആത്മീയത പറയുന്ന ഒരൊന്നും ഒറിജിനൽ സഭയൊന്നുമല്ല. ആളുകളുടെ ബുദ്ധി അഫലമാക്കി വെച്ചിട്ട്, ബുദ്ധിയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആത്മീയത മാത്രമാണ്. ഇതെന്തുവാണ് സ്പിരിച്വാലിറ്റി എന്ന് പോലും അറിയത്തില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിക്കണ്ടേ? ശ്വാസം കിട്ടാതെ ജീവിക്കാൻ പറ്റും? ആത്മീയതയും കൊണ്ട് ജീവിക്കാൻ പറ്റും? ഇവർ ഈ പറയുന്ന ആത്മീയതയും കൊണ്ട്, ഈ ഹൈപ്പർ ആക്റ്റീവ് സ്പിരിച്വാലിറ്റി. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഹൈപ്പർ ആക്റ്റീവ് സ്പിരിച്വാലിറ്റി. നമ്മൾ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ADH ഒക്കെയുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പം അതുപോലെയുള്ള എന്തോ മാജിക്കലായിട്ടുള്ള സംഭവങ്ങളാണ്. ദൈവത്തിന് ഓരോ തൊപ്പി കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കൂടെ വളർച്ചയാണെന്നാണ് ഞാൻ പറഞ്ഞത്. 2025 ചുമ്മാതെ ആദിവാസികളുടെ കാലത്തെ ചിന്തയും വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ട് എന്ത് പ്രയോജനം? അവർക്ക് കുറേ കാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു, ഇതുവരെ ജയിക്കത്തില്ലെന്ന് പറയുന്നവർ പലരും ജയിച്ചു. ഇതൊന്നും വലിയ ഇതുപോലെ ഉള്ളൂ. കുറേ ആൾക്കാർ എൻ്റെ കൂടെ വന്നു, കുറേ ആൾക്കാർ നിൻ്റെ കൂടെ വന്നു എന്ന് നമ്മൾ പറയും. ഇതുവരെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ജയിച്ചിരിക്കുന്നു. ഇതുവരെ തോക്കുമെന്ന് പറയുന്ന പലരും അവർ ജയിച്ചിരുന്നു. അവരാരും ക്രിസ്ത്യാനികളാകണമെന്നൊന്നുമില്ല, മറ്റു മതത്തിൽപ്പെട്ടവരുമാണ്. അവർ ജയിച്ചു. നാളെ ചിലപ്പോൾ അവർ തോക്കും, വേറൊരാൾ ജയിക്കും, വേറൊരാൾ തോക്കും. ഇതൊക്കെ നടക്കും, ഇതെല്ലാം നടക്കും ഇവിടെ. പക്ഷേ ഇതിൻ്റെ മുകളിൽ സർവശക്തനായ ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ ദൈവം ആരുടെയും കുടുംബ സ്വത്തല്ല. അതാണ് ഇൻക്ലൂസീവിസം എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവിസം ഉണ്ട്, ഇൻക്ലൂസീവിസം ഉണ്ട്. ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി ഉണ്ട്, എക്സ്ക്ലൂസീവ് സ്പിരിച്വാലിറ്റി ഉണ്ട്. നമ്മൾ റിലീജിയനൊക്കെ പഠിക്കുമ്പോൾ ഫണ്ടമെൻ്റലിസം ഉണ്ട്. അപ്പോൾ ഇത് ദൈവം എല്ലാവരുടെയും കൂടെ. ISROയിലിരിക്കുന്ന ആൾ, ISROയുടെ മേധാവി എന്ന് പറയുന്ന ആൾ ക്രിസ്ത്യാനിയല്ല. അദ്ദേഹത്തിനും ബുദ്ധി കൊടുത്ത ദൈവമാണെന്നും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കഴിവ് കൊടുക്കാനും സഭ പ്രാർത്ഥിക്കും. അല്ല, അദ്ദേഹം നാളെ ക്രിസ്ത്യാനി ആകണമെന്ന് സഭ പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ വരണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പരിമളം എല്ലാവരിലേക്കും എത്തട്ടെ. ആ ജ്ഞാനം എല്ലാവരിലേക്കും എത്തട്ടെ. ലിമിറ്റ് ചെയ്യുന്നില്ല നമ്മൾ. ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്നേഹം, ആ വിസ്ഡം എല്ലാവരിലേക്കും എത്തട്ടെ. അതുകൊണ്ട് സഭ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തെ സഭ പ്രോത്സാഹിപ്പിക്കും. എന്തിനാ? ഇതെല്ലാം ജനങ്ങൾക്ക്, നാടിന്, ഈ രാജ്യത്തിന്, ഈ ഭൂമിക്ക് അനുഗ്രഹമാകണം. എന്തിനാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ സയൻസ് പഠിക്കുന്നത്? ഈ പരിസ്ഥിതി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദൈവം ഭൂമിയെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് സംരക്ഷിക്കാൻ വേണ്ടി. വി ആർ ദ സ്റ്റുവാർഡ്സ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. അപ്പം അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പരിസര മലിനീകരണം ഉണ്ടാകുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, അങ്ങനെയുള്ള മാലിന്യങ്ങളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ ഗവേഷണം നടത്തണ്ടേ? ഈ ഭൂമിയിൽ വരുന്ന തലമുറയ്ക്ക് ജീവിക്കണ്ടേ?
എന്നെ കാണുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുഞ്ഞുങ്ങൾ ഇനി നാളുകളിൽ ഭൂമി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഭൂമി ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിങ്, ആഗോളതാപനവും ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം വന്നുകൊണ്ടിരിക്കുക, ഇക്കോളജിക്കൽ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുക, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഈ മൂലം പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെല്ലാം ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഇപ്പം ബയോളജിയുടെ മേഖലയിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു DNA ജെനറ്റിക്കൽ എഞ്ചിനീയറിങ്, ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. സഭയെന്ന് പറയുന്നത് ഇതിനെല്ലാം അനുഗ്രഹിച്ച് ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സഭയുടെ മിഷൻ എന്ന് പറയുന്നത്. മിഷൻ ഓഫ് ദ ചർച്ച്, എ ഹോളിസ്റ്റിക് മിഷൻ ഓഫ് ദ ചർച്ചാണ്. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ആണ്, നാരോ മൈൻഡായിട്ടുള്ള മിഷനല്ല. എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ പ്രാർത്ഥന തന്നെ വ്യക്തമായിട്ടുണ്ട്. സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലാകണം. അതിനാണ് ഈ ക്രിസ്മസ് കാലത്തെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ദൈവം തൻ്റെ പുത്രനെ, ദൈവത്തിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, ഈ കോസ്മോസിലേക്ക് വന്നു. ഇൻകാർണേറ്റഡ് സൺ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ഭൂമിയെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത? വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെയുള്ള വീണ്ടെടുപ്പാണ്. മനുഷ്യന് മാത്രമല്ല വീണ്ടെടുപ്പുള്ളത്. ദ ക്രിയേഷൻ ഈസ് ഗ്രോണിങ് ക്രിയേഷൻ എന്നാണ് പറയുന്നത്. ഈ പ്രകൃതി പോലും ഈറ്റുന്നുപോടിയിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് വിശാലമായ ചിന്താഗതിയിലേക്കാണ് യേശുവിനെ അയച്ചതിലൂടെ പിതാവായ ദൈവം ആ സ്വർഗത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമ്മൾ ഇവിടുന്ന് സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ്. ചില പറയുന്നത് സ്വർഗത്തിൽ പോകണം, യേശുവെ വേഗം വരണമേ. യേശുവെ വേഗം വരണമേ എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം സമ്പാദിക്കുന്നത്? നമ്മൾ എന്തിനാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിലൊക്കെ നിർത്തൂ. അങ്ങനെ പറയുന്നവർ കുട്ടികളെ പഠിപ്പിക്കല്. അവർക്കൊരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ 12ാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ട് അവരെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അവരെന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കട്ടെ. കാരണം പെട്ടെന്ന് തന്നെ കർത്താവ് വരുവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നമ്മുടെ എനർജി കളയുന്നത് എന്തിനാ? പൈസ മുടക്കുന്നത് എന്തിനാ? അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ അഭിനയിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു പരിപാടി മാത്രമാണെന്ന് തലയ്ക്കകത്ത് തലച്ചോറ് ഇച്ചിരിയെങ്കിലും ഉള്ളവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എല്ലാ സഭാവിഭാഗങ്ങളിലും ഉള്ളവർ ഇത് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. മിഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ്. ചർച്ച് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചർച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ഈ കിങ്ഡം ഓഫ് ഗോഡിൽ നല്ല ടീച്ചേഴ്സ് വേണം, ഡോക്ടേഴ്സ് വേണം, ലോയേഴ്സ് വേണം, നല്ല പൊളിറ്റീഷ്യൻസ് വേണം, നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണം, നല്ല ആർട്ടിസ്റ്റ് വേണം, പാട്ട് പാടാൻ കഴിവുള്ളവർ വേണം, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ കഴിവുള്ളവർ വേണം, എൻവയോൺമെൻ്റലിസ്റ്റുകൾ വേണം, അഗ്രികൾച്ചർ മേഖലയിൽ നല്ല ഗവേഷണങ്ങൾ നടത്തി പുതിയ പുതിയ വിത്തുകൾ ഉണ്ടാക്കി നല്ല ഫലഭൂയിഷ്ടമുള്ള ഒരു കാർഷിക വളർച്ച ഉണ്ടാക്കാൻ കഴിവുള്ള ഗവേഷകർ വേണം, നല്ല ബയോളജിസ്റ്റുകൾ വേണം, വൈറോളജിസ്റ്റുകൾ വേണം, ഫാർമക്കോളജിയിൽ പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ളവർ വേണം, ബിസിനസ്സുകാർ വേണം, എന്ത് സ്പേസിൽ പോകുന്നവർ വേണം. ഇതെല്ലാം അടങ്ങുന്നതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈ പറയുന്ന അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ വലിയ, അതായത് നമ്മുടെ തലച്ചോറിനെ നമ്മൾ ഇതുവരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആൾക്കാരും ഉപയോഗിക്കുന്നില്ല. അവരൊരു ചെറിയ ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം DNA മേഖലയിലൊക്കെ ഗവേഷണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലിലെ ഒരു ഡോക്ടറെ അത് കാണിച്ചു. ആ ഡോക്ടർക്ക് പോലും പിടികിട്ടില്ല. ഡോക്ടർ പറയുന്നത് ഇത് മൈക്രോബയോളജിയുടെ മേഖലയിൽ നടക്കുന്ന ഗവേഷണമാണ്. DNA, മനുഷ്യൻ്റെ DNAയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അവൻ്റെ സ്വഭാവം മാറ്റാം, അവൻ്റെ രോഗങ്ങൾ മാറ്റാം. ഇപ്പം ജെനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയൊക്കെ കേരളത്തിലെത്താൻ ഇനി ഒരുപാട് നാളുകൾ നമ്മൾ കാത്തിരിക്കണം, ഇന്ത്യയിലെത്താൻ. ചൈനയൊക്കെ ഓരോ ദിവസവും അവിടുത്തെ 10ാം ക്ലാസ് പാസ്സായ പിള്ളേർ, 12ാം ക്ലാസ് പാസ്സായ പിള്ളേർ
പുതിയ 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 സാധനങ്ങൾ, മനുഷ്യൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ, ആയാസരഹിതമായി ജീവിതത്തെ മാറ്റാനുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇത് മനുഷ്യന് ദൈവം കൊടുത്ത ബുദ്ധിയാണ്. അപ്പം ആ ദൈവം കൊടുത്ത ആ ബുദ്ധിയെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു നവലോകം തീർക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ നാം മറന്ന് പോകാതിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യത്വം മറന്നു പോകരുത്. മനുഷ്യത്വം മരവിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. സ്നേഹം മരവിച്ചു പോയാൽ ഒന്നുമില്ല. കരുണ, ദയ, പരോപകാരം, ഈ പറയുന്ന ക്ഷമിക്കുക, ഹ്യൂമൻനെസ്, മനുഷ്യത്വം പോയാൽ പോയി, ഇതെല്ലാം പോയി. അത് ഞാൻ തീർച്ചയായിട്ടും അടിവരായിട്ട് പറയാം. ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നാലും മനുഷ്യത്വത്തിൻ്റെ ആ മാനിഫെസ്റ്റേഷൻസായ സ്നേഹവും കരുണയും ദയയും ആർദ്രതയും മറ്റുള്ളവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള, സഹായിക്കാനുമുള്ള, അതാണ് യേശു കാണിച്ചതെന്ന്. അത് വളരെ അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മൂല്യം, ഒരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. അപ്പം മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ യേശു കാണിച്ചു തന്ന ആ ദൈവരാജ്യത്തിൻ്റെ ക്ലൈമാക്സ്, യേശു അന്നത് ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പം അത് എത്രയോ നാളുകളായി അതിങ്ങനെ എന്താ പറയുന്നത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുക, ഡെവലപ്മെൻറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ആ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പങ്കാളികളാകാം. മനുഷ്യത്വം നഷ്ടപ്പെടാതെ, മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ. സുവിശേഷം നല്ല വിശേഷമാണ്. ഇരുട്ടി കിടക്കുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. അത് പല രീതിയിലാണ് വെളിച്ചം കാണുന്ന പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ വെളിച്ചം കാണുക എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം നമുക്ക് പല രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു കണ്ണിന് ചികിത്സ നടത്തി കൊടുത്താൽ, ഒരു പാവപ്പെട്ട ആളല്ലേ, അതിക്ക് പൈസയില്ല, ഓപ്പറേഷൻ നടത്താൻ പൈസയില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ആളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ആ വെളിച്ചം മാത്രമല്ല, ഉള്ളിലും കൂടെ വെളിച്ചം കൊടുത്തുകൊണ്ട് അവനെ മനുഷ്യനാക്കി, സമൂഹത്തിൻ്റെ ഭാഗമാക്കി ചേർത്ത് നിർത്തുന്നു. ഇത് ഞാനീ പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് വന്ന് ഇത് പറയുമ്പോൾ നമുക്കെല്ലാം അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ പല തുള്ളി പേരുകൾ. ഞാനൊരു കാര്യം ചെയ്യുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഓരോ സഹോദരങ്ങളും, അല്ലെ വൈദികരായിക്കോട്ടെ, സുവിശേഷകരായിക്കോട്ടെ, മിഷണറിമാരായിക്കോട്ടെ, നമ്മളെല്ലാം കൂടെ ചെറിയ ചെറിയ ഇതിൻ്റെ ഒരു ഭാഗമായാൽ, എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും ഇല്ല. ചിലർക്ക് സ്നേഹിക്കാനുള്ള ആൾക്കാരെ അതുപോലെ ചേർത്ത് നിർത്താനുള്ള കഴിവുള്ളവരുണ്ട്, തുറന്ന മനസ്സുള്ളവരുണ്ട്, ക്ഷമിക്കാൻ കഴിവുള്ള, എല്ലാവർക്കും ഇതൊന്നും പറ്റുകയില്ല. പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ദൈവരാജ്യം. ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. അതുകൂടെ ഞാൻ പറയാം, ദൈവം ഒരു മനുഷ്യനെയും തള്ളിക്കളയുന്നില്ല. നമ്മൾ ഈ മതത്തിൽ ചേർക്കുന്ന പരിപാടി ആദ്യം നിർത്തിയിട്ട് നമ്മൾ തന്നെ ക്രിസ്തുവായി മാറാം. സാധു സുന്ദർ സിംഗ് നടന്നപ്പോൾ ഗ്രാമത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞു, അതാ ക്രിസ്തു വരുന്നു. അവരൊന്നും ആ ക്രിസ്തുവിനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ആ പഞ്ചാബിലും ഹിമാലയത്തിൻ്റെയൊക്കെ ആ മേഖലയിലൊക്കെ സാധു സുന്ദർ സിംഗ് നടന്നപ്പോൾ ഇതാ വരുന്നു ആ പ്രസംഗിച്ച ക്രിസ്തു. അപ്പം അത്രമാത്രം ആ വ്യക്തിയിൽ ആ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം, ആ ഒരു ഗ്ലോറി ഉണ്ടായിരുന്നു. അതിലേക്ക് മടങ്ങി വരാൻ ഈ ക്രിസ്മസിൻ്റെ കാലം, ഇൻകാർണേഷൻ, ഈ നല്ല സീസൺ, ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു, ദൈവപുത്രൻ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ, ആ ഇൻകാർണേറ്റഡ് സൺ ഓഫ് ഗോഡ്, ഇൻകാർണേഷണൽ തിയോളജി എന്നൊക്കെ പറയും, ഈ ജഡധാരണത്തിൻ്റെ ദൈവശാസ്ത്രം കണ്ടോ. ആ സ്വർഗത്തിൽ ജ്ഞാനമായവൻ, സകല ജ്ഞാനം, ആ സൃഷ്ടിയിലും ഈ ഭൂമിയെ മുഴുവൻ, ഈ പറയുന്ന മനുഷ്യനെ, ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ച പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന പുത്രൻ ഭൂമിയിലേക്ക് വന്നു. ആ ജ്ഞാനം മുഴുവൻ നമുക്ക് നൽകിയിരിക്കുക. അത് ആത്മീകമായ ജ്ഞാനം മാത്രമല്ല. ഈ മനുഷ്യനെന്ന് പറയുന്നൊരു ഭൗതിക ജീവിയോടാണല്ലോ. ഭൗതികമായും നമുക്ക് ജ്ഞാനവും ഈ ഭൂമിയിലൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി, അതാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പല രീതിയിൽ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാഴ്ചപ്പാട് വന്നുകൊണ്ടിരിക്കുക, കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് തരുമ്പോൾ
ഞാനീ പറഞ്ഞത് മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈ ഭൂമിയെ സ്വർഗമാക്കുന്ന വലിയ ദൗത്യത്തിൽ നമുക്ക് ഒരുമിച്ച് ഏർപ്പെടാം. അതിനുവേണ്ടി കൈകോർക്കാം. അതിനുവേണ്ടി മതിലുകൾ ഇടിച്ചു കളയാം. ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഉണ്ടല്ലോ, ഈ സഭകൾ തമ്മിലുള്ള ബ്ലോക്സ് ആണ് ഭയങ്കര. സഭകളുടെ ഇടയിൽ മൊത്തം മതങ്ങളുടെ മതിലുകളുണ്ട്. കഴിവുള്ളിടത്തോളം എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഈ തടസ്സങ്ങൾ, മതിലുകളൊക്കെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കായി, ഡെവലപ്മെൻറ്റിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എന്നെ കണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളോടെല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ മനോഹരമായ ദിനങ്ങളിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സർവ്വജനത്തിനും കൊടുക്കാനുള്ള ആ നല്ല ഗുഡ് ന്യൂസ് കൊടുക്കാം. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.